ഷോർട്ടാ. എത്ര നോക്കിയിട്ടും ഈ റെഡ് ഹെയറിംഗ് ടെക്നിക്ക് അങ്ങ് വർക്ക് ആവുന്നില്ല. റെഡ് ഹെയറിംഗ് എന്താണെന്ന് അറിയില്ലേ? റെഡ് ഹെയറിംഗ് അറിയാത്ത താനൊക്കെയാണ് എൻ്റെ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരുത്തിനും എൻ്റെ സെറ്റിൽ ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഇവിടെ സിനിമ പഠിക്കാൻ വന്നാണോ അതോ ബിടെക് പഠിക്കാൻ വന്നാണോ? നിങ്ങളെപ്പോലുള്ള ശല്യം കാരണമാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഗതി പിടിക്കാത്തത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ്, ഗോൾഡൻ ട്രയാങ്കിൾ റൂൾ, ട്രാം ഷോട്ട്, ആർക്ക് ഷോട്ട്, ബോൾട്ട് ഇഫക്റ്റ്, ഇൻവിസിബിൾ കട്ട്, ജംപ് കട്ട്, എൽ കട്ട്, ജെ കട്ട്, ക്രോസ് കട്ട്, മാച്ച് കട്ട്, സ്മാഷ് കട്ട്, കട്ട് ഓൺ ആക്ഷൻ, മൊണ്ടാഷ്, റിവേഴ്സ് ഫ്രെയിം, ഫ്രീസ് ഫ്രെയിം, ഡിസോൾവ്, ട്രാൻസിഷൻ, 180 ഡിഗ്രി റൂൾ, ചെക്കോസ് ഗൺ, മാഗഫിൻ, ഫോർത്ത് വാൾ ബ്രേക്കിംഗ്, റൊഷമോൻ ഇഫക്റ്റ്, വെർട്ടിഗോ ഇഫക്റ്റ്, കുലേശ ഇഫക്റ്റ്. ഇത്രയും സാധനങ്ങൾ പഠിച്ച ശേഷം ഇനി ഷൂട്ട് തുടങ്ങിയാൽ മതി. As per Christianity, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. മെമ്മറീസിൽ ശ്രീജിത്ത് രവി, ഗ്രാൻഡ് മാസ്റ്റർ ബാബു ആന്റണി, സീനിയേഴ്സിൽ മനോജ് കെ ജെ. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. You see the irony, don't you? 3 പേരും റെഡ് ഹെയറിംഗിൻ്റെ ഇരകളാണ്. ഞങ്ങൾ സംവിധായകർ ഇതുപോലുള്ള ഡമ്മികളെ ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് പ്രേക്ഷകരെ വെറുതെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും. ഇവരാണ് കില്ലർ എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോകും. പെട്ടെന്നൊരു പോയിന്റ് നമ്മൾ പറയും, ഇവരല്ല കില്ലർ, മറ്റൊരാളാണ് കില്ലർ. പക്ഷേ അവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. റെഡ് ഹെയറിംഗ് എലമെന്റ് ഷുഡ് നോട്ട് ബി ടു മച്ച് സട്ടിൽ ഓർ ടു മനസ്സിലാണോ ആശയപ്പെടണോ എന്ന് വെച്ചാൽ റെഡ് ഹെയറിംഗ് എലമെന്റ് കൂടുതൽ അങ്ങ് ഓവർ ആക്കരുത്, ഒരുപാട് അണ്ടറും ആവരുത്. അത് ബാക്ക് ഫയർ ചെയ്യും. പ്രേക്ഷകർ മണ്ടന്മാരല്ല. മിസ്റ്ററി, ക്രൈം, ത്രില്ലർ ജോണർ, ഈ 3 ജോണറിലാണ് കൂടുതലും റെഡ് ഹെയറിംഗ് ഉപയോഗിക്കുന്നത്. ഹൂ ഡൺ ഇറ്റ്? കുറ്റകൃത്യം ആരാണ് ചെയ്തത്? ഇവിടെയാണ് റെഡ് ഹെയറിംഗിൻ്റെ പ്ലേ വരുന്നത്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് വളരെ വലിയൊരു റെഡ് ഹെയറിംഗ് ഫാനാണ്. സൈക്കോ അതിൻ്റെ ഉത്തമ ഉദാഹരണം. സൈക്കോയിൽ ആ വയലിൻ മുഴക്കം, അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എന്തോ സംഭവിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ മറ്റൊരു എലമെൻ്റാണ് പ്രൊട്ടാഗണിസ്റ്റായ നോർമൻ്റെ അമ്മ. അമ്മയാണ് കില്ലർ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. വെറും തെറ്റിദ്ധാരണ, ഒന്നും സംഭവിക്കില്ല. ഇത് രണ്ടും ഒരു ഡിസ്ട്രാക്ഷൻ ടൂളാണ്. ഇപ്പോൾ പറഞ്ഞൊക്കെ റെഡ് ഹെയറിംഗ് ഡയറക്റ്റ്ലി ഒരു ഫിലിം മേക്കിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ്. ഇനി പറയാൻ പോകുന്നത് കാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഇൻഡയറക്ട്ലി റെഡ് ഹെയറിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പറവ ഒരു എക്സാമ്പിളാണ്. പറവയിൽ സ്റ്റാർ ഫിഗറായ ദുൽഖർ സൽമാനെ എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ അവതരിപ്പിക്കുന്നു. പടം തുടങ്ങുന്നു. ഇമ്രാൻ എന്തായിരിക്കുമെന്ന് ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇമ്രാൻ ക്രിക്കറ്റ് കളിച്ച് വരും. ക്രിക്കറ്റ് കളിയിൽ പിള്ളേരുടെ പരിപാടി ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോൾ ഇമ്രാൻ തട്ടിപ്പോകും. ഈ തട്ടിപ്പോകലിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടാൻ കാരണം ആ റോളിൽ ദുൽഖർ സൽമാനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. കാസ്റ്റിങ്ങിനുണ്ടാകുന്ന റെഡ് ഹെയറിംഗ്. ഇനി അടുത്തത് മാർക്കറ്റിങ്ങിനുണ്ടാകുന്ന റെഡ് ഹെയറിംഗ്. ഒരു വടക്കൻ സെൽഫി ട്രെയിലർ കണ്ടിട്ടുണ്ടോ? കുറച്ച് പിള്ളേര് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പോകുന്നു. നിനക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു പ്രൊഡ്യൂസർ ഒപ്പിക്കണം. ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസും ചെയ്യും. ട്രെയിലറും പടമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡിസീവിങ് ദ ഓഡിയൻസ്. റെഡ് ഹെയറിംഗ് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരൊറ്റ ചിത്രം കണ്ടാൽ മതി. മാർട്ടിൻ സ്കോർസേസയുടെ ഷട്ടർ ഐലൻഡ്. ഒന്നും പറയണ്ട, മൊത്തം റെഡ് ഹെയറിംഗ്. സ്പോയിലർ ആയതുകൊണ്ട് ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കുന്നു. ഇതാരോട് പ്ലേ ചെയ്ത് ഇതെന്തോന്നാ? ഇതാരോട് പ്ലേ ചെയ്ത് ഓഫാക്കടോ, ഓഫാക്കാൻ. ഇറസ്പോൺസിബിൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്.